വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഗ്യാസ് ക്ഷാമം എങ്ങനെയുണ്ട്? ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ, ഇതുവരെ കൊടുത്തു തുടങ്ങിയില്ല. ഇതൊക്കെ രാക്കയെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. പപ്പായ, മത്തങ്ങ, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, അത്യാവശ്യ സാധനങ്ങൾ. അപ്പോൾ പപ്പായ കൊണ്ടുവന്ന് ഞാൻ ഷേക്ക് കാണിക്കാൻ കലക്കുഞ്ഞ് എന്നോടൊരു റെസിപ്പി പറഞ്ഞ് ക്യാരറ്റൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ വീണ്ടും കട്ടിയായേ. അപ്പോൾ 2 ദിവസം മുന്നേ മഴയുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇച്ചിരി പാത്രത്തിലോട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. മഴ പെയ്തതിന് ശേഷം 32 ഡിഗ്രി വരെയൊക്കെ ഇവിടെ പോയത് ഇപ്പോൾ 17-18 മിനിമം വന്നു. ഇന്ന് ലഞ്ചിന് ഒരു 1 പോട്ട് മീലാണ്. കുക്കർ വെച്ചു, കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് പച്ചക്കറികളെല്ലാം സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീൻസ്, ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് മസാല ഇട്ട്, ഞാൻ എപ്പോഴും കാണിക്കുന്നതാണല്ലോ ഇത് 1 പോട്ട് മീൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അരി കഴുകി അതിനകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പൊഴിക്കാൻ, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 കുക്കറിനനുസരിച്ച് വിസിൽ കൊടുത്ത് ആവി മാറി തുറന്ന് നോക്കാം. കിടിലം റൈസ് റെഡി. ഒരു മസാല റൈസ് പോലെ കേട്ടോ. 1 പോട്ട് മീൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സിമ്പിൾ ബൂന്തി റൈത്തയും കൂടെയാണ്. അങ്കൂര് ഞാൻ സെപ്പറേറ്റ് വെക്കുക, കാരണം രാക്കയ്ക്ക് ബൂന്തി റൈത്ത വലിയ താല്പര്യമില്ല. രാക്കയ്ക്ക് സിമ്പിൾ തൈര് മതി. എന്നെ നമ്മുടെ അങ്കുവിൻ്റെ ഫേവറേറ്റ് ആണ് ബൂന്തി റൈത്ത. എനിക്കും ഈ റൈസിൻ്റെ കൂടെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ റൈത്ത. ഇവിടുത്തെ കാറ്റ് കണ്ടോ, ഇന്നും മഴയാണേ. നല്ല രീതിയിൽ കാറ്റും. ഞാൻ കാണിച്ചു തരാം, തൂഫാൻ എന്ന് പറയും ഇവിടെ. നേരെ പൊടി പറക്കുന്ന കണ്ടോ. നമ്മുടെ ഈ മാവിലെ പൂവും എല്ലാം പൊഴിഞ്ഞു പോകുന്നു തോന്നി ഈ മഴയും കാറ്റും അടിച്ചുകൊണ്ട് പോകും കേട്ടോ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഷിംലയിലൊക്കെ മഞ്ഞ് വീണേൻ്റെ ആയിരിക്കും ഇവിടെ പെട്ടെന്ന് ടെമ്പറേച്ചർ ഡിപ്പായതും. കാറ്റ് പൊടി പറക്കുന്ന നോക്കിയേ, എല്ലാം അടച്ചിട്ടേക്ക് കാണാൻ. ഇവിടുത്തെ കാറ്റ് ഇങ്ങനെ കേട്ടോ, ആന്തി എന്ന് പറയും. ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കമാണ്. ചൂടുകാറ്റാണ് ആന്തി. ചൂട് വരുന്നതിന് മുന്നേ തണുപ്പ് ആയിട്ട് ചൂട്. എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്ന്. നമ്മുടെ മെയ്ഡും പറയുന്നത് കേട്ടോ, എന്താ ഈ പ്രാവശ്യം പറ്റുന്നതെന്ന് അറിയത്തില്ല. തണുപ്പ് ചൂട് അങ്ങനെ ഇങ്ങനെ മറിയുന്നത്. നമുക്ക് അങ്ങനത്തെ തണുപ്പല്ല, പെട്ടെന്ന് ടെമ്പറേച്ചർ ഞാൻ പറയല്ലോ, വെളിച്ചെണ്ണയൊക്കെ അങ്ങ് കട്ടിയാവുന്ന രീതിയിൽ ഡിപ്പായി. മഴയെന്ന് പറയുന്നത് നമ്മുടെ ഹെയിൽ സ്റ്റോൺസ് മഴ. ഇവിടെ നോർമലി ഈ തണുപ്പ് കഴിഞ്ഞിട്ടുള്ള മഴ അത് തന്നെ ആയിരിക്കും കൂടുതലും. നമ്മുടെ കിളിയൊന്ന് നോക്കാൻ പോയതാ കേട്ടോ. കിളി കൂട്ടി തന്നെ ഇരിക്കും. എന്നെ ഇപ്പോൾ പേടിയില്ലെന്നേ അതിന്. ഞാൻ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മിണ്ടത്തില്ല. നേരത്തെ പറന്നു പോകുന്ന ആളായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് പരിചയമായി, നമ്മളെ വിശ്വാസമായി കാണും. അപ്പം നമ്മൾ നേരെ നമ്മുടെ ഷേക്കിലോട്ട് പോകാം. ക്യാരറ്റ് വേവിച്ച് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. ആ വേവിച്ച ക്യാരറ്റ് ആറിയതിന് ശേഷം ഇങ്ങനെ മിക്സിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡേറ്റ്സ് ഒന്ന് കഴുകി തൊലിയും കുരുവും കളഞ്ഞ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുന്നില്ല കേട്ടോ. കലക്കും ഞാൻ എടുത്ത് പഞ്ചസാര ഇടാനാണ് പറഞ്ഞത്. ഞാൻ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് ഡേറ്റ്സ് ഇടുകയാണ്. നമ്മുടെ പപ്പായ ഇതായിരുന്നു, കട്ട് ചെയ്ത് നാടൻ പപ്പായ. അകത്ത് ഫുള്ള് കുരുവും, വലിയ കളറൊന്നുമില്ല. പക്ഷെ കഴിച്ചപ്പോഴത്തേക്ക് ഒരു ഇതിന് ടേസ്റ്റുള്ള പപ്പായ കേട്ടോ. ഈ വലിയ ചിലപ്പോൾ റെഡ് ലേഡി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മധുരം കാണത്തില്ല. വലിയ സെറ്റപ്പിൽ വാങ്ങിച്ചുകൊണ്ട് ചെയ്തു, പക്ഷെ മധുരം കുറച്ചുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നല്ലതായിട്ട് കട്ടിയാക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്ന്. പക്ഷേ ഇവിടെ ഒരുപാട് കട്ടിയായാലും ഈ ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് തൊണ്ടയ്ക്ക് എല്ലാവർക്കും പ്രശ്നമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു തണുപ്പിച്ചെണ്ണ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ 2ാമത്തെ ജാറേ, അതിനെന്തോ പറ്റിയ തരത്തിൽ തേഞ്ഞു പോയോ എന്തോന്ന് അറിയത്തില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. ആ ഒരു വിഷമമുണ്ട് എനിക്ക്. അതിന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ച് കുറുകിയിരിക്കും. ഇതിൽ നമുക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഞാൻ കുടിക്കുക കേട്ടോ. അങ്കുവിൻ്റെ ഇപ്പോഴത്തെ ജോലി അവൻ്റെ പഴയ ബുക്സൊക്കെ അടുക്കി നീറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് പേജൊക്കെ ഉള്ള ബുക്സൊക്കെ മാറ്റി കൊണ്ട് വെച്ചിട്ടുണ്ട്. ട്യൂഷനൊക്കെ എഴുതാമല്ലോ. ഇതൊന്നും ഉപയോഗിക്കാത്ത ബുക്സാണെന്ന് തോന്നുന്നു. എന്തായാലും വലിയൊരു ജോലിയാണത്. എൻ്റെ കൈയൊക്കെ ഇപ്പോൾ ഫ്രീ ആയല്ലോ. 2 നമ്മുടെ തണുപ്പിൻ്റെ തൊപ്പികളാണ്. അതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ട് വെക്കുകയാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഇടയിൽ പാമ്പ് വരെ കാണും. ആ രീതിയിൽ അതിനകത്ത് സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. അവന് സ്കൂളിൽ ഇപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാനും എടുക്കാനും പോയിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തതായിരുന്നു. അപ്പം നമ്മുടെ റൂമിലെ ബാൽക്കണി. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇതാട്ടോ. ഇവിടെ ഒരു എന്താ പറയാന്നറിയത്തില്ല, വല്ലാത്ത ഇനി ഇതൊക്കെ അസുഖം വരുന്നൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാലാവസ്ഥയിൽ മാറി മാറി ഇരിക്കുമ്പോൾ തൊണ്ടയും മണ്ടയൊക്കെ പ്രശ്നമാണ്. നമ്മുടെ പൂവുകൾ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പൂക്കളാണ്. പിന്നെ മരത്തിൻ്റെ ആ ഇലയും നല്ല ഭംഗിയുണ്ട്. ഇങ്ങോട്ട് നിന്ന് നോക്കിയിട്ട് ഫുൾ മഴക്കോളാണ്. ഇത് നമ്മുടെ ഡിന്നറിന് അരച്ച് വെച്ച നമ്മുടെ ഇഡലിയാണ് ഇപ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ എനിക്ക് സ്റ്റീലിൻ്റെ ഇഡലി പാത്രം, അപ്പോൾ അങ്ങോട്ട് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ആകുകയും ചെയ്യും. നന്നായിട്ട് പുളിച്ച് വരുന്നുണ്ട് നമ്മുടെ ഇഡ്ഡലി ദോശ മാവ്. നേരത്തെ ആ തണുപ്പിൻ്റെ പോലെയല്ല, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ. അപ്പോൾ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിനകം നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയും അരച്ചെടുത്തു.
ഞാൻ പറഞ്ഞില്ല ഏറ്റവും കുഞ്ഞു ജാറിലാണ് ഇപ്പം ഞാൻ ചട്നി അരയ്ക്കുന്നത്. വലിയ ആ ഇടയ്ക്കുള്ള ജാറിൽ എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇഡലിയും തേങ്ങാ ചട്നിയും ഇത് ഞാൻ പൊട്ടുകടലൊന്നും ചേർക്കാത്ത നമ്മുടെ തേങ്ങ കൊണ്ടുള്ള ചട്നി അരച്ച കേട്ടോ. രാഖിക്ക് അതാണ് കൂടുതലും ഇഷ്ടം. പിന്നെ തേങ്ങാക്ഷാമമൊക്കെ വരുമ്പോൾ നമുക്ക് പൊട്ടുകടലൊക്കെ ചേർക്കാമല്ലോ. ഇതൊരു മുളക് കറിയാണ്. എൻ്റെ പഴയ ഓർമ്മയിൽ എൻ്റെ അമ്മയുടെയൊക്കെ അമ്മാവൻ്റെ ഈ വാവിൻ്റെയൊക്കെ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച ഒരു ഓർമ്മ വന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമായത്. ഞാനിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമായിരുന്നു ഇഡ്ഡലിയുടെ കൂടെ. അത് ഞാൻ ഒന്നുമില്ല, സവാള അരിഞ്ഞ് ഉപ്പും നമ്മുടെ മുളക് പൊടിയും സവാളയും അത്രേ ഉള്ളൂ. അത് കുറച്ച് വെള്ളം ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് കലക്കി അതും കൂടെ ആയിട്ട്. എൻ്റെ ചില ഇഷ്ടങ്ങളൊന്നും ഇവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അവർക്ക് ഒരേ രീതിയിലുള്ള ആ ഫുഡാണ് എപ്പോഴും ഇഷ്ടം. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി പഴയ ഓർമ്മകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. മഴ ദേ ചാറി തുടങ്ങിയിട്ടുണ്ട്. കാറ്റാണ് മെയിനായിട്ട്. അപ്പം മഴ അടിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. 2-3 തുള്ളികളിങ്ങനെ വീണിട്ടേ ഉള്ളൂ. വലിയ മഴയൊന്നുമില്ല, കാറ്റാണേ. ഇതിപ്പോൾ നല്ല കാറ്റാണ്. കാറ്റെന്ന് പറയുന്നത് നല്ല നമ്മുടെ മാവിൻ്റെയൊക്കെ പൂവ് പൊഴിച്ച് കളയുമോയെന്നറിയില്ല. നമ്മുടെ കിളിയകത്ത് തന്നെ ഇരിക്കുക കേട്ടോ. എനിക്കൊന്ന് മുട്ട ഇട്ടിട്ട് അത് അടയിരിക്കുവാന്ന് തോന്നുന്നു. അത് അനക്കവേ ഇല്ല അതിന്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാവേ. നമ്മുടെ ഹൽദിറാംസിലാണ്, നമ്മുടെ നാട്ടിലും കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ബ്രാഹ്മിൺസ് ആയിരുന്നു. അയ്യർ എന്ന് പറയും, നാഗർകോവിലിൽ നിന്ന് വന്ന. പുള്ളിക്കാരിയുടെ അമ്മ നല്ല രീതിയിൽ ലഡു, മൈസൂർ പാക്ക്, മാലഡു എന്ന് പറയും, നമ്മുടെ പൊട്ടുകടലയും അതുപോലെ തന്നെ പഞ്ചസാരയും പൊടിച്ച ആ സാധനം ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു എനിക്ക് കേട്ടോ. ശരിക്കും ആ മാലഡുവിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു ബർഫി നമ്മുടെ ഹൽദിറാംസിൻ്റെ. ഇതും ചന്നയുടെ തന്നെയാണ്. ആ നമ്മുടെ പൊട്ടുകടല തന്നെ ആയിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. അവർ ഇതുപോലെ നട്ട്സൊക്കെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ പൊടിച്ചിടുമായിരുന്നു. ഇതും എനിക്കൊന്ന് ബദാമൊക്കെ പൊടിച്ചിട്ട് അതേ ടേസ്റ്റ് കേട്ടോ. എനിക്കൊരു നൊസ്റ്റാൾജിയ വന്ന ഒരു സംഭവമാണ്. ഹൽദിറാംസിൻ്റെ ചന ബർഫി കേട്ടോ ഇത്. രാത്രിയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ അങ്കു കൈ ഫ്രീ ആയതിനു ശേഷം രാത്രിയിൽ സ്പേസ് സ്റ്റേഷനാക്കി ഇടും നമ്മുടെ കിടക്കുന്ന റൂം കേട്ടോ. ഞാൻ പറഞ്ഞാൽ അത്ര കേൾക്കത്തില്ല. അവൻ കുറേ കളിക്കും. പിന്നെ വെച്ച് പോട്ടെ കളിക്കട്ടെ, എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറയും. ഇതൊക്കെയാണ് സംഭവം കേട്ടോ. ഒരു റോബോട്ട്. ഇത് പാറു അവന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത് അത് എന്നെയും വീഡിയോ എടുത്ത് തരുന്നുണ്ട്. കാരണം ഞാൻ ഉറങ്ങുന്ന സമയമാണ്. ഞാനൊരു 9:30 കഴിയുമ്പോൾ തന്നെ ചരിയും. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അവൻ തന്നെ ഇതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് വെച്ച് തന്നെയാണ്. ഞാൻ വിചാരിച്ചു രാക്കെ ഫസ്റ്റ് ഡേ ഞാൻ വിചാരിച്ചു രാക്കെ എന്തായാലും ടി വി ഒക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. തിരിച്ച് വരുമ്പോൾ അവനോട് ഓഫ് ചെയ്യാൻ പറയുന്നു. പക്ഷേ രാക്കെ അവനെക്കാട്ടിയും കഷ്ടമായിരുന്നു. രാക്കയ്ക്കും അത് ഇട്ടുകൊണ്ട് കിടക്കണമെന്ന് പറയും. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം ഈ ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയെന്ന് വെച്ചാൽ. 3 ദിവസത്തോളം ഇതാണ് ഇവിടുത്തെ അംഗം. ഇതുപോലത്തെ ഒരു റോബോട്ടും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നി മാറി ലൈറ്റ് ഇങ്ങനെ സോഫ്റ്റായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് രാത്രി കിടക്കുമ്പോൾ എനിക്ക് നല്ല ഇരുട്ട് വേണേ. ഇതൊക്കെയാണ് പരിപാടികൾ. ഞാൻ എങ്ങനെയെങ്കിലും ഉറങ്ങും. രാക്കേതേ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അച്ഛനും മോനും പുതിയ പദ്ധതികളാണ്. എങ്ങനെ, ഏത്, എവിടെ, എന്ത്. പിന്നെ എനിക്ക് ഈ ഉറക്കം വന്നു കഴിഞ്ഞാലേ അധികം ശക്തി എനർജിയൊന്നും കിട്ടത്തില്ല. എനിക്ക് വഴക്കൂടാൻ പിന്നെ വയ്യ. അതുകൊണ്ട് എന്തെങ്കിലും ചേട്ടെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ളത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വലിയ ലൈറ്റ് കാണത്തില്ല. ലൈറ്റായിട്ടൊരു ഇതാണ് സംഭവം. അപ്പോൾ എന്ത് ചെയ്യും? അവനും കിടന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട്. എന്തായാലും അത് നിർത്തണം. ഉടനെ തന്നെ നിർത്തും ഞാൻ. കണ്ണുകൾ മാത്രം നമുക്ക് കിടക്കാൻ നേരം കാണാൻ പറ്റത്തില്ല കേട്ടോ. ആകെ ഒരു നീല എന്തൊക്കെയോ മയങ്ങളാണ്. ടാക്കെ അതിൻ്റെ കൂടെ ചേർന്നു എന്നുള്ളതാണ്. ഈ സമയം എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ഒരു റോബോട്ട് കാണും, ലൈറ്റ് കാണും. ഇതിങ്ങനെ കുത്തിയിട്ട് രാത്രിയിൽ ഇരുട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട്, ഞാൻ നേരത്തെ ഇത് വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രിയിൽ ഞങ്ങളുടെ അംഗമായി മാറിയിരിക്കുകയാണ് റോബോട്ട്. സംഭവം രസമുണ്ടെങ്കിലും ഉറക്കത്തിന് എനിക്ക് കുറച്ച് പ്രശ്നം വരുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ഡിയേഴ്സ്.